പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിന്ന് പറയാൻ പോണത് സിനിമാ നടികളുടെ ചില കൂട്ടിക്കൊടുപ്പിൻ്റെ കഥകളാണ്. ഇതിപ്പോൾ ഒരു കഥയാണ്. ഇതിപ്പോൾ നമ്മുടെ ഇൻഡസ്ട്രിയിൽ നടന്ന കഥയാണെന്നൊന്നും അല്ല നമ്മൾ പറയണത്. അപ്പോൾ അത് നിങ്ങളാരും വിചാരിക്കരുത്. നമ്മളിതൊരു കഥ പറയണ്. ആ കഥ ചിലപ്പോൾ എവിടെയെങ്കിലും ഇവിടെ നടക്കുന്നുണ്ടാവാം, ചിലപ്പോൾ ഹോളിവുഡിൽ നടക്കുന്നുണ്ടാവാം, ചിലപ്പോൾ തമിഴ് നടക്കുന്നുണ്ടാവാം, തെലുങ്കിൽ നടക്കുന്നുണ്ടാവാം, ചിലപ്പോൾ നടക്കുന്നുണ്ടായിരിക്കില്ല. അത് അതിൻ്റെ വഴിക്ക് വിടുക. നമ്മളൊരു കഥയാകുമ്പോൾ അതിന് വലിയ സീരിയസ്നെസ് ഒന്നും കൊടുക്കണ്ട, ഒരു എൻ്റർടൈൻമെൻ്റ് ആയിട്ട് മാത്രം കാണുക. അപ്പോൾ നമുക്ക് കഥയിലേക്ക് കിടക്കല്ലേ. അവിടെ ഒരു നമ്മുടെ പേരെടുത്ത ഒരു കോസ്റ്റ്യൂമറുണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കോസ്റ്റ്യൂമറുടെ ജോലി വളരെ വളരെ സുഖകരമായുള്ള പണിയാണ്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കോസ്റ്റ്യൂമറുടെ മുമ്പിൽ ഏതൊരു നടിയായാലും വന്നിട്ട് അവൾക്ക് ഡ്രസ്സ് അളവെടുക്കാനും അതുപോലെ തന്നെ അവളുടെ ഡ്രസ്സ് കോസ്റ്റ്യൂമും ചെയ്യാനും അവൾക്ക് ഡ്രസ്സ് ഇട്ട് കൊടുക്കാനും അതുപോലെ തന്നെ അവളെ ബ്രേസിയറും അതുപോലെ ബ്രായും അതുപോലെ തന്നെ ബാക്കിൽ പേഡ് വെച്ച് കെട്ടി കൊടുക്കാനും എല്ലാം ഈ കോസ്റ്റ്യൂമർ ചെയ്യുന്നത്. ഇതൊരാണാണ്, പെണ്ണല്ല. അപ്പോൾ എല്ലാം ഇവരാ ചെയ്യുന്നത്. ഇവർക്ക് ഭയങ്കര സുഖം. ഇവരുടെ ശരീരത്തിലുള്ള ഏതൊരു നടിയുടെയും ശരീരത്തിലുള്ള എല്ലാ പുള്ളിയും വെള്ളിയും കിള്ളിയും ഒക്കെ ഇവർക്ക് അറിയാം. അപ്പോൾ അതുപോലെ തന്നെ ഇവർക്ക് വെച്ച് കെട്ടി കൊടുക്കുമ്പോഴും മുലയമ്മ വെച്ച് കെട്ടി കൊടുക്കുമ്പോഴും ബാക്കിൽ വെച്ച് കെട്ടി കൊടുക്കുമ്പോഴും തുടയമലും വരെ പേട് വെച്ച് കെട്ടി കൊടുക്കുമ്പോഴൊക്കെ ഈ കെട്ടി കൊടുക്കുമ്പോൾ ആ നടികൾക്കും ചില വികാരങ്ങളും വിചാരങ്ങളൊക്കെ വരുന്നുണ്ട്. അങ്ങനെ ഇതുപോലെ തന്നെ ഈ ഒരു സംഭവം ഉണ്ടാവാനുള്ള തുടക്കം എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു പടത്തിലേക്ക് വേണ്ടി ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കോസ്റ്റ്യൂമാണ്. ഒരു പാട്ട് സീനിലും ഒരു റെക്കോർഡ് ഡാൻസിൽ വെച്ചാലുള്ള ഒരു നൈറ്റ് ക്ലബ്ബിൽ വെച്ചിട്ട് ഒരു ഡാൻസ് ചെയ്യുന്ന ഒരു കോസ്റ്റ്യൂമാണ്. ആ കോസ്റ്റ്യൂം കെട്ടുമ്പോൾ ശരിക്ക് നടിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ബാക്ക് വേണം, അവസാനത്ത് നല്ല തുട വേണം, അതുപോലെ നല്ല മുല വേണം. ഇതൊക്കെ ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കണം ഈ കോസ്റ്റ്യൂമറും മേക്ക്മാനും കൂടിയിട്ട്. അങ്ങനെ ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ അത് ഇടിച്ചു കൊടുക്കുമ്പോൾ ഇതുപോലെ തന്നെ ഈ നടിക്ക് ഇതുപോലെ തന്നെ ഭയങ്കര ഒരു ഈ ചെയ്യുന്ന ആളോട് ഭയങ്കര ഒരു ക്രഷ് പറയുന്നത്. എന്നിട്ട് അവർ അവിടെ തന്നെ വെച്ചിട്ട് അവർ പരിപാടി ചെയ്യുന്നത്. അങ്ങനെയാണ് ഈ ഫേമസ് നടിയായിട്ട് ഈ കോസ്റ്റ്യൂമറുടെ ബന്ധം. ഇങ്ങനെ നോക്കുമ്പോൾ ഈ കോസ്റ്റ്യൂമർക്ക് വെച്ചിട്ടുണ്ടെങ്കിലോ വലിയ വലിയ പണക്കാരായിട്ടും കോടീശ്വരമായിട്ടൊക്കെ ബന്ധമുള്ളതാണ്. ഈ നടിമാരെയൊക്കെ പരിചയപ്പെടാനും അവരായിട്ട് ബന്ധപ്പെടാനൊക്കെ ആയിട്ടുള്ള കുറേ കാശുകാർ നടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇയാൾക്ക് പല നടിമാരും ബോക്കറായിട്ടും ഇയാൾ നിൽക്കാറുണ്ട്. അപ്പോൾ ഈ കോടീശ്വരന്മാർ ഒരാൾ വന്നിട്ട് പറഞ്ഞു, അയാൾ ഭയങ്കര കോടീശ്വരൻ, അയാൾക്ക് കാശ് അത്രയധികം ബിസിനസ് നടത്തിയിട്ട് അത്രയധികം കാശുള്ളൊരു വ്യക്തിയാണ്. അദ്ദേഹം ഈ കോസ്റ്റ്യൂമറോട് പറഞ്ഞു, അദ്ദേഹം സിനിമാ ഫീൽഡിൽ വന്നിട്ട് ഒരു സിനിമ എടുത്തിട്ട് സിനിമാ നടികളൊക്കെ പരിപാടി ചെയ്യാനൊക്കെ എടുത്തിട്ട് ലാസ്റ്റ് അതൊന്നും നടന്നില്ല. പടം പകുതിക്ക് വെച്ച് പൊളിഞ്ഞു പോയി. ആ പടത്തിലെ കോസ്റ്റ്യൂമർ ഇങ്ങനെ ആയിരുന്നു, പകുതിക്ക് വെച്ച് നിർത്തേണ്ട വന്നു ചില പ്രശ്നങ്ങളൊക്കെ കാരണം. ഈ പെണ്ണുകാശ് തന്നെ. അപ്പോൾ അതുകൊണ്ട് ഇയാൾക്ക് പരിപാടിയും കാര്യങ്ങളൊന്നും ശരിക്കും നടന്നില്ല. അപ്പോൾ ഈ കോസ്റ്റ്യൂമർ വിളിച്ചിട്ട് ഇയാൾ സംസാരിച്ചു, എനിക്ക് ആ നടീനെ എനിക്കൊന്ന് കിട്ടണം എന്ന് പറഞ്ഞു. അപ്പോൾ കോസ്റ്റ്യൂമർ പറഞ്ഞു, ഏത് നടീനെ വേണോ ഞാൻ ശരിയാക്കി തരാം, പക്ഷേ അവർക്കൊക്കെ റേറ്റ് വളരെ വളരെ കൂടുതലാണെന്ന് പറഞ്ഞു. അപ്പോൾ ചോദിച്ചു, എങ്ങനെയാണ് അവരൊക്കെ റേറ്റ്? അവരൊക്കെ 1 മിനിറ്റിന് 1,00,000 രൂപ വാങ്ങിക്കുന്നത്. നിങ്ങൾക്ക് എത്ര മിനിറ്റാണ് വേണ്ടത്? അപ്പോൾ ഇയാൾ പറഞ്ഞു, എനിക്കിപ്പോൾ പരിപാടി ചെയ്തും കെട്ടിപ്പിടിച്ചും കാര്യങ്ങളൊക്കെ ചെയ്ത് പൊന്തി പിടിച്ചൊക്കെ വരുമ്പോൾ കുറച്ച് നേരം വർത്താനം പറഞ്ഞ് നിൽക്കുമ്പോൾ ശരിക്കും എന്തായാലും ഒരു 30 മിനിറ്റ് എന്തായാലും എനിക്ക് വേണം എന്ന് പറഞ്ഞു. അപ്പോൾ 30,00,000 രൂപ എന്ന് പറഞ്ഞു. അപ്പോൾ ഇയാൾ പറഞ്ഞു, അതിനിപ്പോൾ എന്താ തരാലോ, നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ സമ്പാദ്യം വന്നുകൊണ്ടിരിക്കുക. ആ സമ്പാദ്യം അവിടെ കൂട്ടി വെച്ചിട്ട് എന്താ കാര്യം? നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കുക. അതിനുവേണ്ടി ഞാൻ സിനിമ എടുത്തു, പക്ഷെ നടന്നില്ല. പക്ഷെ നിങ്ങൾ മുഖേന ഇപ്പോൾ ആ നടീനെ കിട്ടുക എന്ന് പറഞ്ഞാൽ എനിക്ക് വലിയ സന്തോഷമാണ്. അതിന് 30 അല്ല 50 ലക്ഷം മുടക്കാനും ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ കോസ്റ്റ്യൂമർ അങ്ങനെ ആ നടിയായിട്ട് സംസാരിച്ചു. നടി പറഞ്ഞു, കുഴപ്പമില്ല, നമുക്ക് 30 മിനിറ്റ് അല്ലേ, ഒരു അരമണിക്കൂർ നമ്മൾ ആളായിട്ട് ചിലവഴിക്കാം. 30,00,000 രൂപ പൈസ മേടിച്ചു. അങ്ങനെ കോസ്റ്റ്യൂമർക്കുള്ള കമ്മീഷൻ കൊടുത്തു. ബാക്കിയുള്ള കാശൊക്കെ 5 ലക്ഷം രൂപയാണ് കോസ്റ്റ്യൂമറുടെ കമ്മീഷൻ, ബാക്കി 25 ലക്ഷം രൂപ നടിക്കുള്ളതാണ്. അങ്ങനെ വലിയ ആഡംബര ഹോട്ടലിൽ ഒരു റൂം എടുത്തു. നടി അങ്ങനെ ആരും അറിയാണ്ട് അവിടേക്ക് എത്തി. അതൊക്കെ എത്തണമൊക്കെ മറ്റുള്ള ആൾക്കാർ ആരും അറിയാണ്ടിരിക്കാനായിട്ടൊക്കെ പറതിയിട്ടാണ് ഈ നടികൾ എത്തണത്. പറതിയിട്ട് എത്തുമ്പോൾ വലിയ ഹോട്ടലിൽ വരുന്നു, വലിയ ബെൻസ് കാറിൽ വരുന്നു. പറതിയിട്ട് ചെല്ലുമ്പോൾ കൂടെ ഇവിടെ ഒരു പെണ്ണും കൂടി ഉണ്ടാവും, അതും പറതിയിട്ടിട്ട് വേറൊരു ആണുണ്ടാവും, അതും ഉണ്ടാവും. അപ്പോൾ ഒരു ഫാമിലി അടക്കം ഒരു റൂമിലേക്ക് കയറി ചെല്ലണം. അപ്പോൾ ഈ ലക്ഷപ്രഭു കോടീശ്വരൻ അവിടെ ആ റൂമിലുണ്ട്. അങ്ങോട്ട് ചെന്നു. അപ്പോൾ മറ്റവരൊക്കെ അപ്പുറത്ത് റൂം എടുത്തിട്ടുണ്ട്, അങ്ങോട്ട് ചെന്നു. അങ്ങനെ നടിയുടെ അടുത്തേക്ക് ചെന്നു. നടിയുടെ അടുത്ത് പരിപാടി തുടങ്ങി. പക്ഷേ ഈ 30 മിനിറ്റിൻ്റെ കാര്യം ഈ കോടീശ്വരൻ മറന്നു. ഇദ്ദേഹം കെട്ടിപ്പിടിച്ച് ഡ്രസ്സൊക്കെ മാറി വർത്താനൊക്കെ പറഞ്ഞു വരുമ്പോഴേക്കും
30 മിനിറ്റ് കഴിഞ്ഞു. 30 മിനിറ്റ് കഴിഞ്ഞോട് കൂടിയിട്ട് വാതിൽമ കൊട്ടലാണ്. തൊട്ടി വഴിക്ക് തുറന്നു. അപ്പോൾ ഇവളും വന്ന് വാതിൽ പറഞ്ഞിട്ട് പറഞ്ഞു, കസ്റ്റമർ പറഞ്ഞു, അതേ നിങ്ങളുടെ 30 മിനിറ്റ് അവസാനിച്ചു, നടിനേക്ക് പോകണമെന്നാവും, നീ വേറൊരു കസ്റ്റമറോടെ കാത്തിരിക്കുന്നുണ്ട്, എത്രയും പെട്ടെന്ന് ഇവിടുന്ന് ഞങ്ങൾ പോകാമെന്ന് പറഞ്ഞിട്ട് നടിനെയും കൊണ്ടുപോയി. കോടീശ്വരൻ അണ്ടി പോയി അണ്ണാൻ്റെ പോലെ ഇരിക്കുക. എൻ്റെ പൊന്നെ, ഇതിപ്പോൾ എന്തായി, പരിപാടി ചെയ്യാമെന്ന് പറഞ്ഞ് വന്നിട്ട് 30 ലക്ഷം രൂപയും പോയി, പരിപാടി നടന്നില്ല. അത് കഴിഞ്ഞ് ആൾക്കാകെ വിഷമമായി. ആളൊരു കൈപ്രയോഗം നടത്തി അങ്ങനെ അവിടുന്ന് ഹോട്ടലിൽ പാക്കറ്റ് ചെയ്ത് പോയി. പിറ്റേ ദിവസം കസ്റ്റമർ വിളിച്ചു, എന്നിട്ട് പറഞ്ഞു, നീ എന്ത് പണിയാണ് ചെയ്തേ, ഞാൻ പരിപാടി ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യ്, 30 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് പരിപാടി ചെയ്യാൻ പറ്റില്ലേ, നിങ്ങളൊരു കാര്യം ചെയ്യ്, ഒരു 60 മിനിറ്റ് എടുക്കുക, ഒരു 60 ലക്ഷം രൂപ തന്നാൽ നമുക്ക് ഇനിയും കൊണ്ടുവരാൻ ഞാൻ പറഞ്ഞു. അപ്പോൾ ഇയാൾ പറഞ്ഞു, കാശല്ല വിഷയം, നമുക്ക് കാശ് ഒരു പ്രശ്നമല്ല, 60 മിനിറ്റ് ഞാൻ 60 ലക്ഷം രൂപ തരാം എന്ന് പറഞ്ഞു. അപ്പം തന്നെ മൂപ്പര് 60 ലക്ഷം രൂപ ട്രാൻസ്ഫർ ചെയ്തു. അതേപോലെ തന്നെ വീണ്ടും നടി വന്നു. അന്ന് പിന്നെ എന്തായാലും മൂപ്പര് 60 മിനിറ്റ് കിട്ടിയാലും മൂപ്പർക്ക് മനസ്സിലായി. കഴിഞ്ഞ പ്രാവശ്യം വന്ന് പെട്ടെന്ന് മൂപ്പര് ഈ നടീനെ കണ്ടതിൻ്റെ ആലസ്യത്തിലും മറ്റുള്ള കാര്യങ്ങളിലും അസൈൻമെൻറ്റിലും മറ്റുള്ള കാര്യങ്ങളൊക്കെ സമയം പോയത് അറിഞ്ഞില്ല. ഇപ്രാവശ്യം എന്തായാലും മുതലാക്കി തന്നെ വിടുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇയാൾ ആ നടീനെ വിളിച്ചു. എന്തായാലും 60 മിനിറ്റ് ഉണ്ടല്ലോ, 1 അല്ല 2 അല്ല 3 കളി കളിച്ച് 3 സ്റ്റൈലിൽ അങ്ങോട്ട് കളിച്ചിട്ട് എന്നിട്ടും സമയം ബാലൻസ് ആയിരുന്നേ. അപ്പോൾ നടി പറഞ്ഞു, നിങ്ങൾ ചില്ലറക്കാരനല്ല, അപ്പോൾ ഇന്ന് കാശ് മുതലാക്കാൻ തന്നെയില്ല നിങ്ങൾ നിൽക്കണമെന്ന് പറഞ്ഞു. അപ്പോഴാണ് ബാഗിൽ നിന്ന് 2 ഗുളിയെടുത്ത് കാണിച്ചു കൊടുക്കുന്നത്. 60 ലക്ഷം രൂപ മുടക്കണതല്ലേ, അതുകൊണ്ട് കുറച്ച് കാശ് ഒരും കൂടി മുടക്കിയിട്ട് ഞാൻ ഈ 2-3 ഗുളിയെ മേടിച്ചു. ഞങ്ങൾക്ക് സംശയം തോന്നി, എങ്ങനെ നിങ്ങൾക്ക് ഇത്രയും കളിക്കാൻ പറ്റി എന്നുള്ളത്. എന്തായാലും കുഴപ്പമില്ല, ഇത് ഗുളികയുടെ മുകളിൽ കളിച്ചതായാലും ഞാൻ എൻജോയ് ചെയ്തു, നിങ്ങൾ എൻജോയ് ചെയ്തിട്ടുണ്ടല്ലോ. പോരാത്തിന് നിങ്ങളിപ്പോൾ ഇതിനു മുമ്പ് ഒരു 30 ലക്ഷം രൂപ തന്നു, ഇപ്പോൾ 60 ലക്ഷം രൂപ ഞാൻ നിങ്ങൾക്ക് കടപ്പെട്ടിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ഏതെങ്കിലും കാലത്ത് ഞാൻ കല്യാണം കഴിക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ കല്യാണം കഴിക്കേണ്ടിട്ടാന്ന് പറഞ്ഞു. അപ്പോൾ കോടീശ്വരൻ പറഞ്ഞു, അതേ എനിക്കങ്ങനെ കല്യാണം കഴിക്കാൻ ഇഷ്ടമില്ല, എനിക്കങ്ങനെ ഒരു കുളത്തിൽ മാത്രം കുളിച്ചുകൊണ്ട് ജീവിക്കാൻ എനിക്ക് പറ്റില്ല. എനിക്ക് കുളിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല കുളത്തിലും കയറി കുളിക്കണം. എനിക്ക് ആ പല കുളത്തിലും പല വെള്ളങ്ങളാണ്. അപ്പോൾ പല വെള്ളങ്ങളിലെ സുഖം എനിക്ക് അനുഭവിക്കണം. അല്ലാണ്ട് ഞാൻ എന്നും ഈ ഒരു ചണ്ടിയുള്ള വെള്ളത്തിലാണ് കുളിക്കാൻ എനിക്ക് ഇഷ്ടമില്ല. അപ്പോൾ അതുകൊണ്ട് അത് കല്യാണം കഴിച്ചാൽ തന്നെ നമ്മൾ കൂടി വന്നു കഴിഞ്ഞാൽ 1 മാസത്തിനുള്ളിൽ നമ്മൾ ഡൈവേഴ്സ് ആവും. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ലല്ലോ. എനിക്കിപ്പോൾ നിങ്ങളെ കാണണമെന്ന് തോന്നി, അപ്പോൾ അത് കണ്ടു. എനിക്കിനി വേറെ നടികളെ അവൻ ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരോടൊക്കെ എത്ര കോടി ചിലവായാലും കുഴപ്പമില്ല, എൻ്റെ സമ്പാദ്യം ഇനിയിപ്പോൾ ഇവിടെ ഞാൻ ഉപേക്ഷിച്ച് പോയിട്ട് എന്താ കാര്യം, ഇതൊക്കെ പിള്ളേർക്ക് ഇട്ട് കൊടുത്തിട്ട് എന്താ കാര്യം, ഇതൊക്കെ അവർ ചിലപ്പോൾ അടിച്ചു പൊളിച്ച് നടത്തും. അപ്പോൾ അതുകൊണ്ട് എനിക്ക് എൻ്റെ ആഗ്രഹങ്ങൾ ഞാൻ തീർക്കുക. അപ്പോൾ അതുകൊണ്ട് ഇന്ന് തന്നെ ഞാൻ ഹോളിവുഡിലേക്ക് പോകുന്നുണ്ട്. അവിടെ വലിയൊരു നടീനെ എനിക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്, അതും ഇവൻ്റെ അറേഞ്ച്മെൻറ്റ് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവിടെ പോയി 2-3 കളിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഇങ്ങോട്ട് വരും. അപ്പോൾ നമുക്ക് വീണ്ടും ഒന്ന് കളിക്കാട്ടാ. അപ്പോൾ അതുകൊണ്ട് നടി പറഞ്ഞു, ഒരു കാര്യം ചെയ്തോ, ഈ ഗുളിക മറക്കണ്ടാട്ടാ, ഗുളിക ഇല്ലെങ്കിൽ നമ്മുടെ ആ 30 ലക്ഷം രൂപ പോയി പോലെ പോകേണ്ടി വരും. ഗുളിക നല്ല അസല് സാധനമാണ്, നമുക്ക് നല്ല അസലായിട്ട് പെർഫോമൻസ് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ഒരു കമൻറ്റും കൊടുത്തുകൊണ്ട് നടിയുടെ ഒഴുകി പോയി. അപ്പോൾ സിനിമാ ഫീൽഡിൽ നടക്കുന്ന ചിലപ്പോൾ നടക്കാത്ത ചില സംഭവങ്ങൾ പറഞ്ഞു എന്ന് മാത്രം. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ നിങ്ങൾക്കെല്ലാവർക്കും നന്ദി, നമസ്കാരം.